ഗൈസ്, അപ്പോൾ എല്ലാവർക്കും കേട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കാലി അല്ല, നമ്മൾ കുറച്ച് നിങ്ങൾക്കറിയാം, ഇത് പുതിയ എപ്പിസോഡാണ്. ഇവിടെ വീടൊന്നുമില്ല. കാരണം ഈ വീട് ഞാൻ വച്ചതെല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേ ആ ക്ലിപ്പെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാൻ കളിക്കുന്ന ഫോണിൽ വലിയ സ്റ്റോറേജ് ഒന്നുമില്ല ഗൈസ്. ഇപ്പോൾ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഴയ വീഡിയോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് വന്നപ്പം ഒരു ട്യൂണിടി ടക്ക് ടക്ക് ടടക് ടക്ക് ടക്ക് ടടക് വന്നപ്പോൾ ലാസ്റ്റ് 2 വീഡിയോ കടന്ന് എൻ്റെ വീട് വയ്ക്കുന്നതും എൻ്റെ ബോട്ടുകളത്. പിന്നെ ഞാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പം അവിടെ നിന്ന് കോർഡിനേറ്റ്സും കണ്ടുപിടിച്ച് ഇതിനെ കൊണ്ടുവന്ന് ഇപ്പോൾ കെട്ടാൻ പറ്റില്ല. ഇതിനൊരു ഫാം പോലും ഉണ്ടാക്കാൻ പറ്റില്ല ഗൈസ്. എന്തൊരവസ്ഥ നോക്കണേ. യവനിപ്പോൾ എന്ത് ചെയ്യുന്നതാണ്. തൽക്കാലം നീ വാട ഔട്ടോ. ഇവന് സാഡൽ വേണം, പക്ഷെ സാഡൽ എനിക്ക് കിട്ടിയില്ല. പക്ഷേ മറ്റേത് റൂയിൻഡ് പോർട്ടൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് എനിക്ക് മറ്റേ ആർമർ കിട്ടി, കുതിരയെ കിട്ടണേ. പക്ഷെ അതുകൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇവൻ ബോട്ടിൽ കയറൂലേ? അതെന്തൊരു സ്വഭാവം. അൺലീഷ് ബോട്ട് അവൻ കയറൂലേ? അൺലീഷ് ഒരു കുഴിയും കുത്തി അതിനകത്തും കിട്ടാലേ. എനിക്ക് നീങ്ങനെയുണ്ടോ അങ്ങോട്ട്? കുഴി ഇരുന്ന് അവിടെ ഇരുന്നു. നമുക്ക് എൻ്റെ കയ്യിൽ കുറച്ച് ഡയമണ്ട് കൊണ്ട് വീണ്ടും ഒരു പന്ന ക്രീപ്പർ പൊട്ടി. എൻ്റെ സാധനങ്ങളെല്ലാം പോയി എക്സ്പ്ലോർ ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് കിട്ടിയ സാധനങ്ങളെന്ന് പറയുന്നത് കുറച്ച് സാധനങ്ങൾ ഞാൻ ചെസ്റ്റിനകത്ത് മാറ്റി. ഇതൊക്കെ ഞാൻ ബേസിക്കായിട്ട് കിട്ടിയത്, ഇത്രയും സാമ്പിളിങ്ങും ഇതൊക്കെ. അല്ലാതെ ചെസ്റ്റ് ഏതായിരുന്നു? അയ്യോ, ചെസ്റ്റ് കാണാനില്ല. ഇത് തന്നെ, ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയത്. മറ്റേ റെഡ് സാൻഡുള്ള സ്ഥലത്തൊക്കെ ഞാൻ പോയിരുന്നു. പിന്നെ ടെറാക്കോട്ട ഇത്രയും ഞാൻ അവിടെ നിന്ന് മൈൻ ചെയ്തെടുത്തു. പിന്നെ എനിക്ക് അടുത്തൊരു ജംഗിളുണ്ട്, അവിടെ നിന്നാണ് എനിക്ക് പെട്ടി ഏതായിരുന്നു, ഈ ബാമ്പൂട്ടത് ജംഗിൾ സാപ്ലിങ്ങും കിട്ടിയതായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് വീണ്ടും ടൂൾസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ ഓഫ് ക്യാമറ മൈൻ ചെയ്ത് ഞാൻ ഒരു റെക്കോർഡൊക്കെ ചെയ്തതാണ്. ഇത്രയും സാപ്ലിങ്, എനിക്ക് ആവശ്യമുള്ള മരവും എനിക്ക് എന്തെങ്കിലും ബിൽഡ് ചെയ്യാനുള്ള സ്റ്റോണൊക്കെ, ഇതൊക്കെ ഞാൻ അതെങ്ങനെ ഇപ്പം സെറ്റ്. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്തതിൻ്റെ ടൂൾസ് എല്ലാം പോയി. അത് നമുക്ക് അങ്ങനെ നീങ്ങി. പിന്നെ സോഡ്, ഇനി ഒരു ഷവല്. സെറ്റ് ഇനിയുണ്ട്. എൻ്റെ കയ്യിൽ ഡയമണ്ട് കാണുമോ? ഡയമണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടാകേണ്ടതാണല്ലോ. അയ്യോ, ജസ്റ്റ് കറിപ്പി. ഗൈസ്, ഇത്രയാണ് നമുക്ക് മൈനിങ് ചെയ്യുമ്പോൾ കിട്ടിയത്. ഗോൾഡാണ് കിട്ടിയിരുന്നത്. അതെല്ലാം ഞാൻ ചത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇതാരെ കാണാൻ വച്ചിരിക്കണേ? എന്തായാലും ഇത്ര ഇരിക്കുകയില്ലേ. ഇനി എൻ്റെ എത്ര ഉണ്ട്? 2 ഉള്ളൂ. കഷ്ടമായിപ്പോയി. നമ്മളിപ്പോൾ ഡയമണ്ട് ടൂൾസൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഡയമണ്ട് എല്ലാം തിരിച്ച് വെച്ചിട്ട് ഇപ്പോൾ അയൺ ഇരിക്കുകയില്ല, ബാക്കിക്കായി ഇനി ഞാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടിരിക്കുന്നു. ഞാൻ മാസ്ക് വെച്ച് ഞാൻ സീനായി. എന്നെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. പുറത്തിരിടാ. അയ്യോ സോറി. ഇങ്ങനെ ഇനി കുറച്ച് ഫുഡ് വേണ്ടി വരും. ഈ സീരീസിൽ എൻ്റെ 4ാമത്തെ സെറ്റ് ടൂൾസാണ് ഇതൊക്കെ. പന്നി ഇറച്ചി തിന്ന കാലം മറന്നു. അതുകൊണ്ട് ചെറിയൊരു പന്നി. നമ്മൾ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത്, ഒരു സെക്കൻഡ്, എൻ്റെ എപ്പിസോഡ് ഗോൾ കിട്ടി ഗൈസ്.
എപ്പിസോഡിൻ്റെ ഗോളെന്ന് പറഞ്ഞാൽ നമുക്കിന്ന് കുറേ സാപ്ലിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വിശക്കണം. ഈ എപ്പിസോഡ് ഗോളെന്ന് പറഞ്ഞത് നമുക്കിവിടെ കുറച്ച് ഐലൻഡൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഓരോ ഐലൻഡായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. ആ ഐലൻഡിൽ ഓരോ മരങ്ങളും, ഇപ്പോൾ ഒരു ഐലൻഡ് ഉണ്ടാക്കിയിട്ട് അവിടെ മൊത്തം ജംഗിള്, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓരോ സ്ഥലമായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ വളരെ റെയറായിട്ടാണ് സാധനങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ എല്ലാം ഇതും ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള മരങ്ങൾ, പൂക്കൾ എല്ലാം നമ്മളിങ്ങനെ ഇരിക്കുന്നു. ഇതേടെ വെട്ടി എല്ലാം കയ്യിലെടുക്കാം. എല്ലാം എൻ്റെ തന്നെ, ഇത് എൻ്റെത്. ആദ്യം നമുക്ക് ഓക്ക് നമ്മളെ വീട്ടിൻ്റെ ഇവിടെ തന്നെ ഫാം ചെയ്യാം. ഓക്കെൻ്റെ ഒന്നേ ഉള്ളൂ. ഇവിടെ ഓക്ക് അടുത്തിന് വണ്ടി എടുത്തോണ്ട് പോവാം ഗൈസ്. എൻ്റെ ഒട്ടകത്തിനെ കാണാനില്ല, അതാ നിൽക്കുന്നു. മക്കളെ ഇപ്പം നോക്കിയൊക്കെ എൻ്റെ രണ്ടണ ആന്തൊരു പരിപാടിയായിപ്പോയി. വിശക്കണം വീണ്ടും. ഇങ്ങനെ പോയിട്ട് ഇതാണ് ഓക്ക് ബയോം. നമ്മളെ അപ്പുറത്ത് അക്കേഷ്യ ഉണ്ട്. ഇങ്ങോട്ട് നമുക്ക് ലീവ് ബോട്ട്, ഇങ്ങോട്ട് നമുക്ക് സ്പ്രൂസ് നടാം. ഇതൊക്കെ നമ്മളിവിടെ വന്ന് തന്നെ ഫാം ചെയ്യുന്നതായിരിക്കും. അടുത്ത് നമുക്ക് നമ്മളെ വീട് അങ്ങോട്ട്. എൻ്റെ ഫസ്റ്റത്തെ സർവൈവൽ സീരീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ബേസൊന്നും ആയിരിക്കില്ല, വലിയ ഗോളൊന്നും കാണത്തില്ല. ഇപ്പം എല്ലായിടത്തും ഒക്കെ ചെയ്യണമല്ലോ. പ്ലെയിനായിട്ട് സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടെ തന്നെ നമുക്ക് ജംഗിൾ നടണം. ഇവിടെ ജംഗിൾ നടുമ്പം നമ്മൾ എല്ലാ ഭയവും കണ്ടുപിടിച്ചായിരുന്നു. രണ്ടെണ്ണം അടുത്തടുത്തോട്ടോ ശരിയാവൂല. തിരിച്ച് വീട്ടിൽ പോവാം. മറന്നേ, ഇങ്ങോട്ടായിരിക്കോ? അതിന് തിരിച്ചായിരിക്കോ? തിരിച്ച് തന്നെ. ആരൊക്കെ ലിഫ്റ്റ് ചോദിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കൊടുക്കൂല. ക്രീപ്പർ ഇവിടെ നോക്കിയാലും ശവങ്ങൾ തന്നെയല്ലോ. എന്താ ലുക്ക്. ഭയങ്കര ഫ്ലാൻ ഇറങ്ങിയിരുന്നെങ്കിൽ എത്ര ദിവസം എടുത്തിട്ടായിരുന്നു ഞാൻ അതിന്. സ്പോണായി ഗൈസ്. യോമാരെ കൊണ്ട് എനിക്ക് വയ്യ. ഇറങ്ങിയോടാ. എടാ നീ പേടിപ്പിക്കാതെ പോടാ. കഥവും പിടിപ്പി കിടന്ന് ഉറങ്ങാം ഗൈസ്. നമ്മളെല്ലാം ഉണ്ടാക്കി. ഷീൽഡ് ഉണ്ടാക്കാൻ മറന്നേ. ഞാൻ അയ്യോ അയൺ ഇനിയുണ്ട്. ആരെങ്കിലും ഒന്ന് മോഷ്ടിക്കണ്ട. ഇവിടെ ഇരിക്കോ? ഇവിടെയും ഇരിക്കോ? ഇല്ല, പോവാം. ഈ ഒട്ടകത്തിൻ്റെ മോനെ വണ്ടി എടുത്ത് പാർക്ക് ചെയ്യണ്ട. ഈ അയലൻഡെന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊന്നും അല്ല. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ ആയിപ്പോയി. ഇതാണ് എനിക്ക് ഈ ഷീൽഡ് എന്ന് പറയുന്നത് സാധനം ഇഷ്ടപ്പെടാത്തത്. വാണ്ടറിങ് ട്രേഡറൊക്കെ പിന്നെ നമ്മൾ അതെന്തായിരുന്നു മാംഗ്രൂവിൻ്റെ ആ സ്ഥലത്തും പോയായിരുന്നു. ഒരുമാതിരി ചെളിയും പിടിച്ച് കാട്ടിനകത്ത് ഇരിക്കുമ്പോഴൊന്ന് നമുക്ക് വെള്ളത്തിനകത്ത് ഇടാൻ പറ്റുമോ?
ഓ, നടാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ ഒരു സ്വാമ്പ് തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഇതൊക്കെ എനിക്ക് ആവശ്യം. ഞാൻ ഇവിടെ ഇഷ്ടംപോലെ ബിൽഡൊക്കെ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത എപ്പിസോഡ് നമുക്ക് പറ്റുമെങ്കിൽ നെതർ പോണ്ട. എന്നെ കൊണ്ട് അത്രയ്ക്ക് കഴിവൊന്നും ആയിട്ടില്ല. ആദ്യം നമുക്കിനി, ഞാൻ ഇപ്പോൾ റിച്ചാണ് ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ മൈൻക്രാഫ്റ്റിലുള്ള എല്ലാ ടൈപ്പ് ബോട്ടും എൻ്റെ വീട്ടിൽ പാർക്ക് ചെയ്യണം. അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കാര്യവുമില്ലാതെ ഇപ്പം ഇതൊക്കെ എടുത്തതും ഈ ബോട്ട് സാപ്ലിങ് കണ്ടുപിടിച്ച് എല്ലാം ചെയ്തതൊക്കെ. ഇപ്പം എൻ്റെ വീഡിയോ ഉണ്ടോ പറയാനും സമ്മതിക്കില്ല. 2 ബോട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാമ്പു എല്ലായിടത്തും എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നടാം. ബാമ്പു കേസ് നമുക്കിനി ഇത്രയും സാധനങ്ങൾ നടാം. അയ്യോ, സീഡ് ഞാൻ നടാൻ ഉദ്ദേശിച്ചില്ല. എങ്കിലും കുഴപ്പമില്ല. കാക്ടസ് ഇവിടെ നടാം. സാധാ ബ്ലോക്ക് വയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ ഇരിക്കട്ടെ. ഷുഗർ കെയിന് അപ്പുറം സൈഡ് സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഞാൻ പാർക്കിംഗ് ഏരിയയൊക്കെ ഞാൻ വലുതാക്കും. എന്നിട്ട് നമ്മൾ എല്ലാ ബോട്ടും കൂടെ ഇവിടെ നിരത്തി പിടിച്ച് ഒരു റൈഡൊക്കെ പോവും. ഇനി നമുക്ക് ബാമ്പൂനെ നടാം. ഇത്ര ഇതിരിക്കില്ല. ഇവിടെ നമുക്ക് ഡർട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് ഇത്രയും വെച്ച് അടയ്ക്കണം. 13 ഡർട്ട് തികഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ തികയൂല. നമുക്ക് ഇവനൊരു പേരൊക്കെ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഞാൻ അത്രയും ചെയ്യാം. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും. നമ്മളിവിടെ വീട്ടിൽ നിന്ന് ബോട്ടിൻ്റെ അങ്ങോട്ടൊക്കെ നമ്മൾ ചെറിയൊരു പാത്ത് വേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒട്ടകത്തിനെ കാണാനില്ല. ഇവിടെ ഒട്ടകക്കുട്ട ചക്കരയല്ലേ ഇതുകൊണ്ടേക്കാണ്. ഇവനെയൊക്കെ വച്ച സമയം കൊണ്ട് 2 കുതിരയെ പിടിച്ചിരുന്നെങ്കിൽ ഒരു ഗുണവുമില്ലായിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോ അവസാനിക്കുന്നത് നമ്മൾ ഒട്ടകത്തിൻ്റെ അടുത്ത് വരുന്നിട്ടായിരിക്കും. ഇവിടെ ഒരു സ്മൈൽ പ്ലീസ്. കണ്ട ചെറുക്കനാണ് നമ്മളത്. അപ്പോൾ ഇന്നത്തെ കേസ് ഇത്രയുള്ള കേസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.